ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറയാം. ഫുഡ് വ്ളോഗാണോ ചോദിച്ചാൽ അല്ല, ഔട്ടിംഗ് വ്ളോഗാണോ ചോദിച്ചാലും അല്ല. നമ്മളിന്ന് നമ്മളെ മമ്മീൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്നത്തത്. അപ്പോൾ അതിൽ ഔട്ടിങ്ങും ഫുഡിങ്ങും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ പോവാമെന്നാണ് വിചാരിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ട്രെയിനിൽ നമ്മളിങ്ങാട്ട് മുന്നിലായിപ്പോയി. 12:15 ട്രെയിന് 12:05 വന്ന് പോയി. 2 hours later. ആയതിനാൽ നമ്മൾ ബസ്സിലും ഓട്ടോയിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ പട്ടാമ്പിയിലെത്തിയത്. അത് ഞാൻ പറയാൻ മറന്നില്ലേ. നമ്മളിന്ന് പോകാൻ പോണത് പട്ടാമ്പിക്കാണ്. എൻ്റെ ഉമ്മാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളെ വീട് പട്ടാമ്പിയിലാണ്. അപ്പോൾ നമ്മൾ 2 വർഷമായി ഈ ഒരു പോക്കിന് വേണ്ടി കാത്തിരിക്കണം. ആൻഡ് ഫൈനലി ദിസ് ഈസ് ഹാപ്പൻഡ് നൗ. ഇപ്പോഴാണ് അതിനുള്ളൊരു സമയം എത്തിയത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നല്ലേ. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യണ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഇത് സംഭവിച്ചത് ഒരാഴ്ച മുന്നെയാണ്. സാഹചര്യങ്ങളാൽ നമുക്ക് ഇപ്പോഴാണ് ഇത് ഇടാൻ പറ്റിയത്. ചെന്നൈക്ക് തന്നെ ഒരു അടിപൊളി സ്ട്രോബെറി ജ്യൂസൊക്കെ കുടിച്ചു. 12:15 ഇറങ്ങി നമ്മൾ അവിടെ എത്തുന്നത് 2 മണി കഴിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജ്യൂസൊക്കെ അങ്ങോട്ട് കുടിച്ചു. പിന്നെ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയപ്പോൾ ഇതേ കിടക്കണം മിറർ കണ്ടാൽ പിന്നെ അവിടെ 2 പോസിറ്റീവെന്നുണ്ടെങ്കിൽ എന്താ അറിയില്ല, ഒരു സമാധാനം കിട്ടില്ല നിങ്ങൾക്ക് ആർക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് പോസിട്ടു ഗൈസ്. പിന്നെ വീട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. കാരണം ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീടാണ്. കയറി ചെന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു വെറൈറ്റി ഫീല്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെയും കാണിക്കാമെന്ന്. 43 വർഷം പഴക്കമുള്ള വീടാണ്. ബട്ട് കുറച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ നടന്നിക്കണം. എന്നാലും 43 വർഷമല്ലേ എന്താ. പിന്നെ വീടിൻ്റെ അധിക ഭാഗങ്ങളും മരങ്ങൾ കൊണ്ട് സെറ്റപ്പാക്കിയൊരു വീട് തന്നെയാണ്. നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഓരോ റൂമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പ് നമുക്ക് കണ്ട് ഫീൽ ചെയ്യും. പിന്നെ ഈ കോണിയൊക്കെ കയറി മുകളിലത്തെ ഭാഗത്തേക്ക് പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോയൊരു നൊസ്റ്റാൾജിക് ഫീലാണ് ഗൈസ് കിട്ടിയത്. പിന്നെ അടി മൊത്തമായിട്ട് ഇങ്ങനെ മുസൈക്കൊക്കെ ഇട്ട് റെഡിയാക്കിയിരുന്നു. പിന്നെ ഫസ്റ്റ് ഈ റൂമിലേക്കാണ് നമ്മൾ കയറിയത്. അവിടെ ഫുൾ വുഡനാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഭരതനാട്യവും ഡാൻസും എന്തും കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ ഹാൾ തന്നെ ഉണ്ട്. അതും ഫുള്ളിങ്ങനെ മുസൈക്കൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ കൂടി ഇങ്ങനെ നടന്നപ്പോൾ ഉമ്മയുടെ വീട്ടിലേക്ക് പോയൊരു ഫീല്. ആ വീട് പൊളിച്ചപ്പോൾ വേറെ വീടൊക്കെ വെച്ചിട്ടോ 5 വർഷമായി. പിന്നെ അടുത്ത റൂമിലേക്കൊക്കെ പോയപ്പോൾ അതിൻ്റെ മുകളിൽ ഫുള്ള് ഇതേപോലെ വുഡ്, ചെറിയ ചെറിയ വുഡനിൽ വരുന്ന അലമാറ. പിന്നെ അവിടെയൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റൂമിലും ഇഷ്ടംപോലെ മിററുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഒന്നൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, 1 ബാത്റൂമിലും. ഇവിടെ ഒരു റൂമിൽ തന്നെ 4-5 മിററൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട് ഒക്കെ കണ്ട് താഴെ പോയപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പട്ടാമ്പി ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അച്ചാറും സാലഡും ഒക്കെ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓരോ സെറ്റാക്കി വെച്ചോട്ടെ. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി വരാൻ വിചാരിച്ചപ്പോൾ പുറത്തിങ്ങനെ ഇറങ്ങിയപ്പോൾ കണ്ണിമാങ്ങ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ ഒന്ന് പൊലിവായി. കാരണം അതിൻ്റെ സീസണൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിമൂന്നൊരു കടിയൊക്കെ അടിച്ചു. എന്നാലും ചെറിയൊരു ചവർപ്പൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. എന്ത് കിട്ടിയാലും പോവേ ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കായിരുന്നു. ഓരൊക്കെ ആദ്യം തന്നെ കയറിയിരുന്നു ഞങ്ങൾ രണ്ടാളും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നത്. പിന്നെ ആദ്യം തന്നെ ആദ്യം തന്നെ ചോറ്, പിന്നെ സലാഡും അച്ചാറും ഒക്കെ എടുത്ത് പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കൽ തുടങ്ങി. പിന്നെ നമ്മളവിടെ കാണുന്ന അങ്ങനത്തെ ബിരിയാണി അല്ല, ഇവരുടെ റൈസ് ഒന്നും കൂടി നല്ല വെന്തിട്ടുള്ള കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ കഴിക്കാം. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് സൊയൻ്റെ, അതായത് നമ്മൾ പോയത് നമ്മൾ ആശിറത്താത്ത എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിലേക്കാണ്. ഓരോ വീട്ടിലാണ് നമ്മൾ പോയത്. ഓരോ മോളാണിത്, 3ാമത്തെ കുട്ടി. അങ്ങനെ ഓളെ ആനുവൽ ഡേൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഓൾ ഡാൻസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇരുന്ന് കാണുകയാണ് ഞങ്ങൾ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടു ഡാൻസിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വെറൈറ്റി പുഡിങ്, ട്രസ്റ്റ് ലെച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ വർക്ക് നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആശിറാത്ത. ആൻഡ് ഫൈനലി അതും സെറ്റാക്കി. ഇതിന് എന്തോന്ന് പറഞ്ഞ് ഓർമ്മയില്ല ഗൈസ് ഇപ്പോൾ. കാരണം ഒരാഴ്ച ആയില്ലേ നമ്മൾ പോയി വന്നിട്ട്. പക്ഷേ പേരൊന്നും അറിഞ്ഞില്ലെങ്കിലും വേണ്ട, സാധനം സെറ്റ്
ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോപ്പ് സ്റ്റിക്ക് കിട്ടി. പക്ഷേ എനിക്കതിനെ പറ്റി ഒരു തേങ്ങ അറിയാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവിടെ വെച്ച്. കാരണം നമുക്ക് അറിയുന്ന പണി എടുത്താൽ പോരെ, അറിയാത്ത പണി എടുക്കണ്ടല്ലോ അല്ലേ, അങ്ങനെയല്ല ഇതിൻ്റെ ഒരു ഇത്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തത് കാരമൽ പുഡിങ്ങാണ്. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഇത് പിന്നെ കുറച്ച് കൂടുതൽ മധുരമായതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ ഗൈസ്. പിന്നെ എനിക്ക് മുകളിലത്തെ വിപ്പിംഗ് ക്രീം ഇഷ്ടമല്ല. ഞാൻ അവിടുന്ന് പിസ്തനെ മാത്രം തട്ടിക്കാണ്ട് ഞാൻ നമ്മളെ ട്രസ്ലെച്ചേഴ്സ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഒരു ആ മിൽക്ക് നമ്മൾ മുകളിൽ മിൽക്ക് ഇങ്ങനെ വയ്ക്കൂലേ, അതിൻ്റെയൊക്കെ നല്ല. പിന്നെ നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോവാണ്. കാരണം ഇവിടെ അടുത്ത് തന്നെയാണ് നെസ്റ്റോയും ജുഡിയോയും സ്മൂച്ചോയും എല്ലാം തൊട്ടടുത്ത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങോട്ട് ഇറങ്ങും ഷോപ്പിങ്ങിന്. കാരണം സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഓഫറൊക്കെ നടക്കുകയാണല്ലോ, 299 199 ഒക്കെ. സ്റ്റുഡിയോ കയറി ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഒരു ചപ്പലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പയറുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പയറുണ്ടാവില്ല, അങ്ങനെ. പിന്നെ ഇങ്ങനത്തെ തിരക്കുന്ന നമ്മൾ തപ്പിയെടുക്കണം. ആൻഡ് നമ്മൾ വന്ന പാടിന് ചിലപ്പോൾ ഒരാളെ ക്യാഷ്യറിൽ അല്ല ബില്ല് ചെയ്യണോടത്ത് ഇടേണ്ടി വരും. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തു. സിൻതാത്താനെയാണ് നമ്മൾ ബില്ലിങ്ങിനിട്ടത്. കാരണം നമ്മളെ സാധനങ്ങൾ ബില്ല് ചെയ്യണോടത്ത് ഇട്ടത് സിൻതാത്താനെയാണ്. കാരണം കുറച്ച് ക്ഷമയുള്ളത് സിൻതാത്താക്കാണ് ഗൈസ്, എനിക്കതില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ നെസ്റ്റോ പോയി പോവാണ് ഗൈസ്. ഞാനുണ്ട്, ഫിസ ഉണ്ട്, ഹെസ ഉണ്ട്, ഡൂഡും സോയും ദീനും നേരത്തെ തന്നെ അവിടെ പോയി നിൽക്കുന്നുണ്ട് വായി നോക്കാൻ വേണ്ടി. എന്ത് ചെയ്യും പിള്ളേരെ ഓരോ കാര്യങ്ങളെ. ഞങ്ങൾ പിന്നെ നല്ല കുട്ടികളായതുകൊണ്ട് കുറച്ച് പതുക്കെയാണ് പോയത്. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഓർക്ക് സാധനം എടുത്തിട്ടില്ല, ഞങ്ങൾക്കാണ് സാധനം എടുത്തത്. സോ ഫണ്ണി. എന്നിട്ട് ഞങ്ങൾ ഫൈനലി ഒരേ വിളിച്ച് വരുത്തി താഴേക്ക്. ഒരു മുകളിൽ നിൽക്കുന്നു, ഒരേ നമ്മൾ താഴേക്ക് വിളിച്ച് വരുത്തി. അങ്ങനെ ഗൈസ് നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയല്ലോ. ഒക്കെ അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊന്നും കിട്ടിയില്ല. കാരണം സെയിൽ നടക്കുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഇർഫൻ്റെ ബോട്ടിക്ക് ഉണ്ട്, ഈ വുമണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല വെസ്റ്റേണിലായാലും പാർട്ടി വെയറിലായാലും എല്ലാത്തിലും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അതും നല്ല കളർ കോമ്പിനേഷനിൽ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടു. ദെൻ ഐ ബോട്ട് ഇറ്റ്. ഞാൻ മേടിച്ചത്, അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ എപ്പോഴേലും കാണിക്കും ഗൈസ്. കാരണം ഇതിൽ ഞാനത് എക്സ്പെഷ്യലി എടുത്ത് വീഡിയോ ക്ലിപ്സ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് സ്മൂച്ചോയിലാണ്. ആൻഡ് ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് സ്മൂച്ചോത്തെ വിഭവങ്ങൾ. നമ്മൾ രണ്ടെണ്ണമാണ് പറഞ്ഞത്. ഒന്ന് ചോക്കോ സുനാമി എന്നല്ല ഗൈസ്, അതന്നെ ചോക്കോ സുനാമിയും ചോക്കോ സ്ട്രോബെറിയും പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം നടന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോട്ടിൽ തണുത്ത വെള്ളം മേടിച്ചിട്ട് കുടിച്ചു. അനിയനക്ക് മേടിച്ചതാണെന്നുണ്ടെങ്കിലും പകുതി കുടിച്ച് ഫിനിഷാക്കി കൊടുത്തത് ഞാനാണ്. ഓനക്ക് മധുരം ഇഷ്ടമല്ല, എന്നിട്ട് ഓനക്ക് മേടിച്ച വെള്ളം മൊത്തം ഞാൻ കുടിച്ചു. പിന്നെ സാധനം വരാത്തതുകൊണ്ട് കുറച്ച് നേരം സ്മൂച്ചോൻ്റെ മെനു നോക്കി അതിൻ്റെ ചന്തം നോക്കിയിരുന്നു നമ്മൾ. അതിനുശേഷം നമ്മളെ സുനാമി എത്തി. സുനാമീൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. കാരണം നമുക്ക് ചില ചോക്ലേറ്റൊക്കെ തിന്നാൽ നമുക്കൊരു മടുപ്പുണ്ടാവില്ലേ, ആ ഒരു സാധനം വരെ ചോക്ലേറ്റ് തിന്നുമ്പോൾ ഇല്ല. പിന്നെ അടിയിൽ നല്ല സ്പഞ്ചും പിന്നെ കട്ട് ഫ്രൂട്ട്സും. അതിൽ എനിക്ക് കിട്ടിയത് സ്ട്രോബെറിയും കിവിയും ആയിരുന്നു ഫ്രൂട്ട്സ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അവിടെ ഒരു യുദ്ധമായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കെടുക്കാനുള്ള ഒരു സ്കൂപ്പ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ പിന്നെ അവിടെ അടിയാവും. പിന്നെ ഞാൻ കിട്ടിയത് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന് അതങ്ങോട്ട് ഫിനിഷാക്കി. പിന്നെ നമ്മളെ ചോക്കോ സ്ട്രോബെറി വന്ന് അതിൽ ചോക്ലേറ്റും സ്ട്രോബെറിയും പിന്നെ മേലെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ ഞാനാണ് സെറ്റാക്കിയത്, അല്ലെങ്കിൽ എല്ലാതും ഞാൻ തന്നെയാണ് സെറ്റാക്കുന്നത്, ഞാനാണല്ലോ മെയിൻ. അങ്ങനെ ഫസ്റ്റത്തെ ബൈറ്റ് എടുത്തപ്പോൾ ഐസ്ക്രീമും ചോക്ലേറ്റും കിട്ടിയത്. രണ്ടാമത്തെ ബൈറ്റ് എടുത്തപ്പോൾ ഒരു സ്ട്രോബെറി കിട്ടി കേസ്. അപ്പോൾ ഞാൻ പിന്നെ അത് ഒരുക്കം അങ്ങോട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരെ നെസ്റ്റോ പോയി. അശ്രത്താക്ക് മറ്റേ വാട്ടർമെലൻ മേടിക്കണം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ. അപ്പോൾ ഓരത് മേടിക്കാൻ വേണ്ടി അങ്ങനെ പോയി. സോയ എന്നെ ആ തക്കം നോക്കി കിൻഡർ ജോയ് ഇല്ലേ ഹാരി പോട്ടറിൻ്റെ, അതുണ്ടോ നോക്കാൻ കൊണ്ടുപോണ
കൊണ്ടുപോകലാണിത് ഗൈസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ചെന്നപ്പോൾ അത് മാത്രം അവിടെ ഇല്ല. ബാക്കി എല്ലാവിധ ചോക്ലേറ്റും അവിടെ ഉണ്ട്, കിൻഡർ ജോയ് അവിടെ ഉണ്ട്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നടന്നു. അപ്പോൾ എൻ്റെ അനിയന് സ്മൂച്ചൊന്നും കേൾക്കാത്തതുകൊണ്ട് പോപ്കോൺ മേടിച്ചിരുന്നു. പക്ഷേ അത് മുഴുവനാക്കിയതും ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നു. പിന്നെ ഓനായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് തിന്നു കുറച്ച്. പിന്നെ എന്താണ് ഫുൾ എക്സ്പ്ലോറിങ് ആണ്, നട്ട്സ് ഒക്കെ. പിന്നെ ദാഹിച്ചപ്പോൾ ഞങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഓൻ അവിടെ നിന്ന് എന്തോ ഒന്ന് കണ്ട്, ഞാൻ ശ്രദ്ധിക്കാൻ മറന്നു, എന്തോ അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വെള്ളമൊക്കെ മേടിച്ച് പിന്നെ വാട്ടർ മെലണൊക്കെ മേടിച്ച് ഒരു ഫേസ് വാഷ് മേടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ നമുക്ക് വണ്ടിയൊന്നും വിളിച്ച് പോകണ്ട, തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ വീടുള്ളത്. നമുക്ക് വേറെ വണ്ടിയൊന്നും വിളിച്ച് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളെ മാളിൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ ആശുപത്രി താത്താൻ്റെ വീട്. സോ നമ്മൾ നടന്നു പോവാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകും. ഇതാണ് പൊട്ടത്തിറീസ. നമുക്ക് ചെറുതായിട്ട് ഡിസാസ്റ്ററിങ് ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെതായിട്ടുള്ള പോയാൽ ചെയ്ത് വരെ കൊളാക്കും പറയും. ഞാൻ കൊളാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് തീറ്റി മാത്രമേ ഉള്ളൂ. എന്താ പറയാനുള്ളത്? കഴിച്ചിട്ടുണ്ട്. ഹൗ ഈസ് ദ ടേസ്റ്റ്? വെരി സ്പൈസി. നമ്മളിവിടെ ഗ്രീൻ ഫ്ലേവർ ആയിട്ട് എടുത്തുക്കണേ. ഒഴിക്കണം. എനിക്കതൊരു പേടി. ആ തോന്നല് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇക്കും തോന്നുന്നുണ്ട് ഗൈസ്. എന്താ ചെയ്യാം, ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ബുൾഡാക്ക് എന്നാണോ അതിന് പ്രൊനൗൺസ് ചെയ്യുക? എന്തായാലും ഞാൻ ബുൾഡാക്ക് എന്ന് പറയാം. ഇപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക ഗൈസ്, എന്നിട്ട് കമൻറ്റിലൂടെ പറയുക. അങ്ങനെ നമ്മളത് വേവിച്ച് ഞാനായിട്ട് ഉണ്ടാക്കിയത് ബാക്ക് കുക്കാണ്. കണ്ടോ, ചിക്കനൊക്കെ വേവുണ്ട്. ചിക്കൻ ഓക്കെ. നല്ല സ്മെല്ലടി. അങ്ങനെ ഈ സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് പണ്ടൊരു വ്ളോഗ് ഓർമ്മയുണ്ട്. ഞാനും എൻ്റെ എപ്പിയും കൂടി ജോളോ ചിപ്പ് തിന്ന ചലഞ്ചിൻ്റെ വീഡിയോ ഇതേപോലെ ഇങ്ങനത്തെ ഒരു കളറായിരുന്നു. പിന്നെ ഇപ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോഴും വന്നിരുന്നു. സംഭവം സ്പൈസി ആണോ ചോദിച്ചാൽ സ്പൈസി ഒക്കെ ആണ്. പക്ഷെ എനിക്ക് കുറച്ച് ഓവർ സ്പൈസി ആയിട്ടാണ് തോന്നിയത്. ഓർക്ക് പിന്നെ സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാരാണ് തോന്നുന്നത്. ഓർക്ക് അങ്ങനെ സ്പൈസി ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ തിന്നു. അത് കുറച്ച് സ്പൈസി ആയിരുന്നു ഗൈസ്. അത് കണ്ടിട്ട് റിസ തന്നു. റിസക്ക് തീരെ സ്പൈസി ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. സോയൻ്റെ എക്സ്പ്രഷനുകൾ കണ്ടോളി. എന്ത് സ്പൈസിനെസ്! അവളെ മുഖത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുക? വെറും പുച്ഛഭാവം. പിന്നെ ഞങ്ങളങ്ങോട്ട് പോയപ്പോൾ സ്ട്രോബെറിയും വെള്ളവും പാൽപ്പൊടിയും ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ 2 സ്ട്രോബെറി ഞാനും കഴിച്ചു. അതിന് ശേഷം നല്ല വാട്ടർമെലൺ ജ്യൂസും പിന്നെ അതേപോലെ ചട്ടിപ്പത്തിരിയും ചിക്കൻ പോളയും എല്ലാം ഉണ്ടായിരുന്നു. എന്താ അറിയില്ല, അശ്രാത്ത നമുക്ക് നല്ല ഹോം മെയ്ഡ് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ചട്ടിപ്പത്തിരി സീന്താത്ത കൊടുന്ന കേട്ടോ. അത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ്. സീന്താത്താൻ്റെ ഡിഷിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചട്ടിപ്പത്തിരി. പിന്നെ ചിക്കൻ ബോളായാലും നല്ല സോഫ്റ്റായിട്ട് പാലൊക്കെ ആഡാക്കിയിട്ടാണ്. അപ്പം എൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും എത്ര സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആണെന്ന്. അത് പറയുമ്പോൾ ഇപ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ രാവിലെ വരുമ്പോൾ നമുക്ക് ട്രെയിൻ മിസ്സായതുകൊണ്ട് ഇവിടെ നമ്മൾ 15 മിനിറ്റ് നേരത്തെ തന്നെ ഹാജരായിക്കണം. കാരണം ഈ ട്രെയിൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ് തൂങ്ങി പോകേണ്ടി വരും. അപ്പോൾ അതിനാർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ കാലത്ത് തന്നെ എത്തി. അങ്ങനെ ഒരു ട്രെയിൻ വന്നു. ബട്ട് ഇതല്ല നമ്മളെ ട്രെയിൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിക്കോസ് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ട്രെയിൻ ആവില്ലല്ലോ. ആൻഡ് ഫൈനൽ ഗൈസ് ശരിക്കും നമ്മൾ ട്രെയിൻ എത്തി. അപ്പോൾ നമ്മൾ പോവാണ്.
അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.